BJPക്ക് ഇനിയും അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരിക, അങ്ങനെ എല്ലാ തരത്തിലും ആ ഭരണപ്രദേശത്തെ വിടക്കാക്കുക എന്ന മാർഗമാണ്. അതിന്റെ ഭാഗമായി കേന്ദ്രം ആദ്യം തീരുമാനിക്കുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശ പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എടുത്തു പറയേണ്ടത് സിക്കിം പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ, അവിടെ BJPക്ക് വലിയ ആധിപത്യമൊന്നുമില്ല. അവിടെയും BJPയുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നാണംകെട്ട കളികൾ നടക്കുകയാണ്. നമുക്കറിയാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2014 ശേഷം വലിയ തോതിലുള്ള ഒരു ഗ്രാഫിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട്. BJPക്ക് ഒട്ടുമേ അനുകൂലമല്ലായിരുന്ന ഈ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് BJP ഇരച്ചു കയറിയത്, വളർത്തിയെടുത്തത്? ഇത് ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ്. എങ്ങനെയും അധികാരം പിടിച്ചെടുക്കാൻ, 4 വോട്ട് അധികം കിട്ടാൻ വേണ്ടി നടത്തുന്ന വർഗീയ കളികൾ ഏറ്റവും മോശമായ രീതിയിൽ, ഏറ്റവും അപകടകരമായ വിധത്തിലാണ് BJP അത് പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ അതിന്റെ തിക്തഫലം സാധാരണക്കാർ അനുഭവിച്ചു. ജനലക്ഷങ്ങൾ തെരുവിലായി, പലരുടെയും വീട് നഷ്ടപ്പെട്ടു. മേദി കൂഗി വംശജരുടെ വംശീയ കലാപം മുതലെടുക്കാൻ ശ്രമിച്ച ബീരേൻ സിംഗിന് എന്തുകൊണ്ട് ജയിൽ ശിക്ഷ കൊടുക്കുന്നില്ല? ബീരേൻ സിംഗിനെ പോലുള്ളവരാണ് ബീഹാർ ജയിലിൽ കിടക്കേണ്ടത്. അതല്ലാതെ കള്ളപ്പണം വെളുപ്പിച്ചു, അതല്ലെങ്കിൽ കള്ളപ്പണം നേടി എന്നൊക്കെ പറഞ്ഞ് BJPയുടെ വിരോധത്തിന് പാത്രമായവരല്ല എന്ന് കൃത്യമായി കപിൽ സിബൽ കോടതിയിൽ പറഞ്ഞതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത്, അധികാരം കൈവശപ്പെടുത്തിയതിന് ശേഷം ഏതൊക്കെ പ്രദേശങ്ങളെ വിടക്കാക്കി എന്നുള്ളതാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയുന്നത്, അവിടെ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആണ്. അതായത് BJP PD അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് മെഹബൂബ മുഫ്തിയെയും ഒമർ അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും ഒക്കെ ജയിലിലേക്ക് പിടിച്ചിട്ട് കരുതൽ തടങ്കലിൽ വെച്ചുകൊണ്ട് അമിത്ഷാ നടത്തിയ കാട്ടിക്കൂട്ടലുകളൊന്നും ഈ രാജ്യം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള മൗലിക അവകാശങ്ങളും കശ്മീരികൾക്കും ജമ്മുവിലുള്ളവർക്കും ബാധകമാണ്. അത് മനോജ് സിൻഹ എന്ന കേന്ദ്ര ഭരണ പ്രതിനിധിയെ കൊണ്ട് മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ മാറുന്നതല്ല. കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരാനാണ് ജമ്മു ആൻഡ് കാശ്മീർ പയ്യെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രമാണെങ്കിലോ മറ്റു സംസ്ഥാനങ്ങളെ കൂടി കേന്ദ്രഭരണ പ്രദേശമാക്കി വടക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമവും അണിയറയിൽ നടത്തുന്നു.